സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന കലാമേള മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. പ്രവേശനം തികച്ചും സൗജന്യമാണ്. 22-നാണ് മേള അവസാനിക്കുന്നത്. നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. $71,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ പവനിയനിൽ 186 ശീതീകരിച്ച സ്റ്റാളുകളാണുള്ളത്. കലാ സാംസ്കാരിക പരിപാടി, മെഗാ ഭക്ഷ്യമേള എന്നിവയ്ക്കായി പ്രത്യേക പവലിയൻ ഒരേ സമയം 250 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ച് കലാപരിപാടി കാണുവാൻ സാധിക്കുന്ന ഇടമായി ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീക്കാണ് ഭക്ഷ്യമേളയുടെ ചുമതല. $1,500 ചതുരശ്ര അടിയുള്ള ശീതീകരിച്ച മിനി സിനിമാ തിയേറ്ററാണ് മറ്റൊരു ആകർഷണമായ ഇടം. ഇവിടേക്കും ജനങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. കാർഷിക വിപണന പ്രദർശന മേള, കാരവൻ ടൂറിസം, ഏരിയ കരിയർ ഗൈഡൻസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, ശാസ്ത്ര സാങ്കേതിക പ്രദർശനം, സ്പോർട്സ് പ്രദർശനം, സ്കൂൾ മാർക്കറ്റ്, സൗജന്യ സർക്കാർ സേവനം, കായിക വിനോദ പരിപാടികൾ, പോലീസ് ഡോഗ് ഷോ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആളുകൾ ഇത് കാണുന്നു, കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ കർഷകരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു പോകുന്നു. വളരെ നല്ലൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഈ വിപണിമേള. ശബരിമല ഇടത്താവളത്തിൽ ഈ മാസം 22 വരെയാണ് പ്രദർശനം നടക്കുക. കവാടം കടന്നു ചെല്ലുമ്പോൾ തന്നെ ഞാറ് നട്ട പാടങ്ങളും വെള്ളം തിരിക്കാനുള്ള ചക്രവും തീരത്തെ ഓലപ്പുരയും റാന്തലും ഒക്കെ കാണാൻ സാധിക്കും. തുടർന്നങ്ങോട്ട് കാഴ്ചകളുടെ വസന്തമാണ്. കഴിഞ്ഞ 4 വർഷത്തെ മികവുകൾ ഇവിടെ കണ്ടറിയാം. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ, വ്യവസായികൾക്ക് വഴികാട്ടാൻ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സംവിധാനങ്ങളും, നെൽകൃഷിയുടെ പരിപാലനം എളുപ്പമാക്കാനുള്ള ഡ്രോൺ സംവിധാനമടക്കമുള്ള കൃഷി വകുപ്പിന്റെ സംവിധാനങ്ങളും ഇവിടെ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കർഷകർക്ക് വളമിടാനും കീടനാശിനി തളിക്കാനുമുള്ള ഡ്രോണുകളുടെ വിൽപ്പന, കർഷകർക്ക് ലൈസൻസ് അടക്കമാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളുകളിൽ കമ്പനികളുടെ വാഗ്ദാനവും ഉറപ്പാക്കുന്നത്. ഫോറൻസിക് സംവിധാനങ്ങൾ, തൊട്ടടുത്ത വനിതകളുടെ സ്വയരക്ഷാ പരിശീലനം, സർവേ ഡിപ്പാർട്ട്മെന്റ്, ലീഗൽ മെട്രോളജി തുടങ്ങിയവയുടെ സ്റ്റാളുകളും ഫയർഫോഴ്സിന്റെ ആധുനിക ഉപകരണങ്ങളടക്കം പ്രദർശനത്തിനും എത്തിയിട്ടുണ്ട്.
വിവിധ കരുണാലയങ്ങളിൽ അന്തേവാസികളുടെ ഉൽപ്പന്നങ്ങളും സ്റ്റാളുകളിൽ ലഭ്യമാണ്. കായിക വകുപ്പിന്റെ സ്റ്റാൾ കുട്ടികൾക്കും കൗതുകമാണ്. അമ്പെയ്ത്തും മൈതാനവുമെല്ലാം ആഘോഷമായി മാറിയിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ സന്ദേശമാണ് എക്സൈസ് വകുപ്പിന്റെ സ്റ്റാൾ. ഇതിനോട് ചേർന്നാണ് കുടുംബശ്രീ കഫേയുടെ ഫുഡ് കോർട്ടും. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ വൈവിധ്യമാർന്ന ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. വിവിധ യൂണിറ്റുകൾക്കും ചുമതല നൽകിയിട്ടുണ്ട്. പലഹാരങ്ങൾ, ജ്യൂസ്, നാട്ടുരുചികൾ തുടങ്ങി വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കലാവേദി സജീവമാവുകയും ചെയ്യും. നൃത്തവും പാട്ടും മാജിക്കുമെല്ലാം അരങ്ങ് തകർക്കും. ഈ മാസം 24-ാം തീയതിയാണ് മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലെ വാർഷിക ആഘോഷങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്.